ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിമേ ഒരു മിനിറ്റ് ഗൈസ് മാറിപ്പോയി ചേട്ടാ. നമ്മൾ ഇന്നത്തെ ഗെയിം കളിക്കാൻ പോണേ ബസ് സിമുലേറ്റർ ഇന്ത്യ ആണ് കേട്ടോ. നമ്മൾ പിന്നെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മറ്റേ ഗെയിം എല്ലാവരും എടുത്തേ അല്ല ഇതിപ്പൊന്നുണ്ടേ അതൊന്നും വിഷയമല്ല. നമുക്ക് നമ്മുടെ അക്കൗണ്ട് എടുക്കാം. പിന്നെ ധ്രുപദ്23@gmail.com എന്നാണ് എൻ്റെ. ഓക്കെ ഗൈസ് അങ്ങനെ ലോഗിൻ ആവുന്നുണ്ട്. ഡോട്ട് പ്ലെയർ ഡേറ്റ റിപ്പയറിങ് വെഹിക്കിൾ. ഇതെന്താ ഗൈസ് തുടക്കം തൊട്ടായി പോയേ? അതിപ്പോൾ ഒന്നും വിഷയമുള്ള കാര്യമല്ല ഗൈസ്. പിന്നെ നമുക്കിപ്പോഴും 6 ലക്ഷം ഉണ്ട് കേട്ടോ. അതിപ്പോൾ എന്തായാലും നല്ല കാര്യമായി. എനിക്ക് പിന്നെ ഈ ബസ് എങ്ങനെയെങ്കിലും അൾട്രാ മോഡിഫിക്കേഷൻ എഡിഷനിൽ വെക്കണം. ഇവിടെ നിന്ന് ചൂസ് പിന്നെന്ന് കൊടുത്തേക്കണം. ഇത് മറ്റേ അല്ല സംഭവം. സ്റ്റാൻഡേർഡ് റിം 3 വേണ്ട. റിം സ്റ്റാൻഡേർഡ് റിം 1 2 വേണ്ട. ഇത് കിടക്കട്ടെ. നമുക്ക് ഞാൻ ഇൻറ്റീരിയർ ചൂസ് പിന്നെ അതിലാകെ ഇതേ ഉള്ളൂ കേട്ടോ. കർട്ടൻ 1 അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലേ. റേഡിയോ വേണോ ഗൈസ്? നമുക്ക് ചാനൽ സ്റ്റാറ്റസ് URL മ്യൂസിക് ക്രിയേറ്റ് ന്യൂ പ്ലേലിസ്റ്റ്. പ്ലേലിസ്റ്റിൻ്റെ നെയിം ഗൈസ് നമുക്ക് ഏതോ എടുക്കണം ഗൈസ്. നമുക്ക് കല്യാണി കൊടുത്താലോ ഗൈസ്? പിന്നെ നമ്മുടെ കല്യാണി എന്ന് പറഞ്ഞ് മറ്റേ പാട്ടുണ്ട്. എന്താ ഗൈസ്? കല്യാണി 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 അതല്ലേ കല്യാണി. ഓക്കെ ഗൈസ് അപ്പോൾ ഇതാ പാട്ട്. നമുക്കങ്ങനെ കല്യാണി ഇടാം. ഇനി ആഡ് ചെയ്യാം കല്യാണി എന്ന് പറയുന്ന പാട്ട്. എൻ്റെ എഡിറ്റ് ചെയ്യണം ഗൈസ്. വേണ്ട നമുക്ക് ഇത്രയും പാട്ട് മതിയാവും കേട്ടോ. ആഡ് ട്രാക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ഡിവൈസ് ഗാലറി പോവാം. ഇതിൽ ദീസ് വീക്കും ഇല്ല, ലാർജ് ഫയൽസിലും ഇല്ല. ഉണ്ട് ഗൈസ്, ലാർജ് ഫയൽസിൽ ഉണ്ട്. ഡ്രീം ഇറ്റ് പോസിബിൾ അതാണോ? നമുക്കപ്പം ഡ്രീം ഇറ്റ് പോസിബിൾ എടുക്കാം. ഈ ഗൈസ് നമുക്കപ്പം ഇത്ര മതിയാവും ഗൈസ്. നമുക്കത് കേട്ടോക്കാം ഗൈസ്. എന്ത് കേൾക്കാൻ പറ്റാതെ ഗൈസ്? അപ്പോൾ ഇത്ര മതിയാവും ഗൈസ്. നമുക്കപ്പോൾ ഇത്ര മതി ഗൈസ്. പിന്നെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടോ. മാത്രമല്ല ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണേ, അതിനുള്ള ചാനൽ മുന്നോട്ട് നീക്കാൻ പറ്റുള്ളൂ. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ്. എല്ലാ വീഡിയോസിലും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതൊരിക്കലും ചെയ്യാതിരിക്കില്ലേ ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത ക്യാരി മോഡിൽ എന്ത് ചെയ്യണേ? ടെർമിനൽ കൊടുക്കുക. അല്ല ടെർമിനൽ ആൻഡ് സ്ട്രീറ്റ് വേണ്ട ഗൈസ്. ഈ പ്രാവശ്യം നമുക്ക് കൊച്ചി തൊട്ടേ സലേം വരെ പോകട്ടോ. സലേം വരെ പോവാൻ നല്ല ദൂരമുണ്ട് ഗൈസ്. പക്ഷേ നമുക്ക് ആദ്യമേ തന്നെ ഇറങ്ങാമായിരുന്നു. ഞാൻ പിന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ സമയം പോയി. ഗൈസ് ഇതിപ്പോൾ അത് വിഷയം കാര്യമൊന്നുമില്ല. പിന്നെ ഈ വീഡിയോ ഇതേപോലത്തെ വീഡിയോ ഒക്കെ എത്ര പേര് റിമിക്സ് ചെയ്തിട്ടുണ്ട്? റിമിക്സ് ചെയ്തവർ കുറേ ഇല്ലേ, ഒത്തിരി പേര് ഇതേപോലത്തെ വീഡിയോസൊക്കെ റിമിക്സ് ചെയ്യണം. എൻ്റെ മറ്റേ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ റിമിക്സ് ചെയ്യണം. ഇത് റിമിക്സ് ചെയ്തെടുക്കണം. എല്ലാം റിമിക്സ് ചെയ്തെടുക്കണം. ഒരെണ്ണം റിമിക്സ് ചെയ്യാതെ എടുക്കണ്ട, എല്ലാവരും റിമിക്സ് ചെയ്തേക്ക് ഗൈസ്. പിന്നെ നമുക്ക് ഇൻസൈഡ് ഡ്രൈവ് പോകട്ടോ. ഇൻസൈഡ് ഡ്രൈവ് എനിക്കിഷ്ടം. നമുക്ക് പിന്നെ ഇവിടുന്ന് വളച്ചെടുക്കണം കേട്ടോ. നേരെ പോകണ്ടേ? മറ്റേ കോയമ്പത്തൂർ പോകാൻ ആ വഴിയാണ്. പക്ഷെ കോയമ്പത്തൂരല്ല, സലേമ പോകണ്ടേ ഗൈസ്. പിന്നെ സലേം തൊട്ട് നല്ല ദൂരം ഉണ്ട് കേട്ടോ. സലേം ഇവിടുന്ന് നല്ല ദൂരം പോകണം ഗൈസ്. പിന്നെ ഈ വീഡിയോ കമൻറ്റും ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കമൻറ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ അമ്മച്ചി ഇത് തൊട്ടിട്ടാണോ പോയേ? ഇപ്പോൾ ഒന്നും വിഷയമല്ല, ഞാൻ ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട്. ടെക്നോളജിയ ഇതാണ് ടെക്നോളജിയ ഗൈസ്. ഇന്നെ പറയണ ടെക്നോളജിയ. നമ്മൾ അതുവഴി
കുറേ നേരം നിന്നാലേ പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഷോർട്ട് കട്ട് വഴി അങ്ങ് കയറ്റി വിട്ട്. എനിക്ക് പിന്നെ ടൈം എടുക്കും. അയ്യോ ഒരു സിൻഡിക്കേറ്ററൊക്കെ ഇടട്ടെ. ഓ ഈ പൊട്ടൻ മാറ്റാ, അവൻ്റെ ഒരു ബെൻസും കൊണ്ട് വന്നിരിക്കുന്നു. അവൻ്റെ ബെൻസ് അല്ലാണ്ട് വേറെ വണ്ടി കൊണ്ടുവന്നൂടെ? ചെറിയ വണ്ടി വല്ലതും കൊണ്ടുവന്നൂടെ? എപ്പോഴും ബെൻസ് ഓടിച്ചോണ്ടിരിക്കണേ. ആ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബെൻസാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ BMW റിയൽ ലൈഫിലേ ഉള്ളൂ. റിയൽ ലൈഫ് ഇന്ത്യയിലേ ഉള്ളൂ കാണുള്ളൂ. പക്ഷെ ഗെയിം ഇന്ത്യയിൽ കാണത്തില്ല. ആ ചിലതിലൊക്കെ കാണും. ആ BMW ആണെന്നെങ്കിൽ എൻ്റെ ലിങ്കൊക്കെ വേണം. പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ്, ഇതെന്തൊരു ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങി കുരുങ്ങി പോണം. ഇത് പിന്നെ കൂലുക്കം ബസ്സാണ്. അയ്യോ നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വളച്ചങ്ങ് എടുക്കാം. സംക്രാന്തി, ഈ സംക്രാന്തി അല്ലല്ലോ ഗൈസ് നമ്മൾ പോണേ. അല്ല ഇപ്പം സ്ഥലം എവിടെയായി? സംക്രാന്തി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞത്. ഗൈസ് നമുക്ക് പുറത്ത് ഔട്ട് സൈഡ് മാപ്പ് നോക്കാം. കൊച്ചിയായ ഇതെന്താ കൊച്ചിയായേ? ആ നമ്മളല്ലേ കൊച്ചിയാണല്ലോ നിൽക്കണേ. നമ്മൾ കൊച്ചിയിൽ നിന്നല്ലേ റൂട്ടിട്ട്. 72 കിലോമീറ്റർ കേട്ടോ. ട്രക്ക് ഇടിക്കാൻ പോണ. അയ്യാ എടാ പണി കിട്ടി. സോറിയടാ, ഞാൻ അറിയാണ്ട് ചെയ്ത് പോയാ. അയ്യാ ചേട്ടാ സോറിയാ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഓട്ടക്കാരനെന്താ കയറിപ്പോയി? അവാകണാർ എങ്ങനെയും കയറിപ്പോണ്ട. ഓട്ടക്കാരൻ പിന്നെയും പാവായിരിക്കേ. ഗായ്സ് അപ്പോൾ ആവാന്ന് കരുതിയിട്ട് കാര്യമില്ല, നമുക്ക് പോകണം. ഗായ്സ് ഒരു കാര്യം ചെയ്യും, റിവേഴ്സ് എടുക്കാം. ആക്കെ പിന്നെ കയറ്റി വിടാം, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ മാപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോവാം. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മളവിടെ പെട്ടുപോയേനെ. ആ ട്രക്കൊക്കെ ഇടിച്ച് നീക്കിയിട്ട് പോകേണ്ടി വന്നേനെ. അതിപ്പോൾ ഒന്നും വിഷയമുള്ള കാര്യമില്ല ഗൈസ്, അതൊന്നും വിഷയമല്ല. നമുക്കൊരു കാര്യം വിഷയമല്ല, കാരണം നമ്മൾ ബസ് ഡ്രൈവറാണ്. നമുക്ക് ഒരു കാര്യം വിഷയമല്ല. മഴ പെയ്തു കേട്ടോ. ഇത് ഏത് നേരത്താണോ മഴ പെയ്യാൻ പോകുന്നത് ഇവിടെ? ഗൈസ് നമുക്ക് 92 കിലോമീറ്റർ പോകട്ടോ. കാരണം നമ്മൾ മുന്നേ 54% ആക്കി. പിന്നെ 100 വരെ കടങ്ങത്തില്ല, 93 വരെയുള്ള പോവുള്ളൂ. വണ്ടി ഡാമേജ് ആയി പിന്നെ സ്പീഡ് കുറഞ്ഞോളൂ പോവുള്ളൂ. അതാ വേറൊരു കാര്യം ഗൈസ്. പിന്നെ നമുക്ക് ഈ സൈഡ് വഴി പോകട്ടെ, ഷോർട്ട് കട്ട് എടുക്കാം. ഗൈസ് ഈ ഭാഗത്ത് ഇതേപോലത്തെ ഭാഗത്ത് വെച്ചല്ലായിരുന്നു അന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്തോ ഡാമേജ് ഒക്കെ ആയിപ്പോയേ. അത് കഴിഞ്ഞ വീഡിയോ നടന്ന ഇതേപോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് കണ്ടവർ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ വീഡിയോ ഫുള്ളും കണ്ടിട്ട് ഇങ്ങനെ വല്ല നടന്നുള്ള കാര്യം അറിഞ്ഞെങ്കിൽ ആ കാര്യത്തിനെ പറ്റി ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഗൈസ് ഒരു മിനിറ്റ്, നോക്കുന്ന ഈ ഷോർട്ട് കട്ട് വഴി പോയാലോ? ഈ ഭാഗം വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ലെറ്റ്സ് ഗോ. എൻ്റെ അമ്മച്ചി ബെസ്റ്റ് ഇതേ പോയി. ഇനി എനിക്ക് തോന്നുന്നു 100 കടങ്ങത്തില്ല കേട്ടാ. അല്ല ഇതിപ്പം എന്തണ്ടേ ഗൈസ്? ഇതിപ്പം എന്തണ്ടേ? ബെസ്റ്റ് ദേണ്ട പോയി. ഇനി വണ്ടി റിവേഴ്സും പോകത്തില്ല, ഇങ്ങോട്ടും പോകത്തില്ല. കണ്ടില്ലേ, ഫ്രണ്ടിലോട്ടും പോകത്തില്ല. നമ്മുടെ ബസ് എന്തായാലും പെട്ടുപോയേക്കും. ഇനി എങ്ങനെ പിക്കപ്പ് ചെയ്യുക? അയ്യോ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ ഗൈസ്. നമുക്ക് ഫ്രീ ആയിട്ട് പിക്കപ്പ് ചെയ്താലോ? നമുക്ക് ഗൈസ് ഇതുണ്ടില്ലേ, റിവാർഡ് 1 സെക്കൻഡിൽ തന്നെ കിട്ടിയേട്ടാ ഗൈസ്. അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മളെ പിക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു ഏട്ടാ. അവൻ ശരിയപ്പോൾ നമുക്ക് വളച്ച് പിന്നെ എപ്പോഴേക്കും കാണാം ഗൈസ്. ഈ വഴി വെച്ച് നമ്മൾ കുറച്ചു നേരം മുന്നേ പെട്ടേ. അതിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് നടന്നാലും അത് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ ബസ് നല്ല കുലുക്കം ബസ് കേട്ടോ. ഗൈസ് ഇപ്പം ഹൈവേ കേട്ടോ, നമുക്കിനി നല്ല സ്പീഡിൽ പോകാൻ പറ്റും ഗൈസ്. ഞാൻ കുറച്ചുകൂടെ ഓഫ് സൈഡിൽ പോകാൻ പറ്റുമോ നോക്കട്ടെ.
ഇത് പിന്നെ കണ്ടില്ലേ 92 പോകുന്നുള്ളൂ. പിന്നെ ഡാമേജ് ആക്കിയേ. അതുകൊണ്ട് ഇപ്പം അധികം സ്പീഡിൽ പോകുന്നില്ല. എന്താണാവോ? അതൊന്ന് 90 പോവാം ഗൈസ്. ഇതെന്തത്? നമുക്ക് 90 പോകണ്ട, അതിൻ്റെ മേളിൽ പോകാം. നമുക്ക് അല്ല അതിൻ്റെ താഴെ പോകാം ഗൈസ്. ഇല്ലെങ്കിൽ പിന്നെ ഗൈസ് പിന്നെയും പോയി കേട്ടാ. ഇതെന്തത്? അടിഭാഗമൊക്കെ അതുപോലെ സ്ക്രാച്ച് ആയാലോ. ബസ്സുകാരനൊക്കെ കയറ്റി വിടാറായി അല്ലേ? ഇതിപ്പോൾ നണ്ടേ 90 വരെ പോകുന്നുണ്ടാ? 90 വരെ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഈ വണ്ടിക്കാരൻ മാറുക. ഭാരത് ബെൻസിൻ്റെ ഒക്കെ വണ്ടി. ഈ ഭാരത് ബെൻസ് പിന്നെ ഗുജറാത്തിൽ നിന്നാണ് വരുന്ന കേട്ടോ. അവിടെ പിന്നെ GJ എന്നിട്ടിട്ടുണ്ട്. അതെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഗൈസ് അല്ല ഇതെന്തത്? ഇവനെന്താ ബ്രേക്ക് ചവിട്ടിയേ? ഞാൻ ബ്രേക്ക് ചവിട്ടുകയല്ലേ ചെയ്തത്. ഇപ്പുറത്തെ പറമ്പിലോട്ട് കയറ്റി. ഇതെല്ലാം CCTV നോക്കും ഇപ്പോൾ. അതിപ്പോൾ നമുക്കറിയേണ്ട ആവശ്യമില്ല. സ്കൂട്ടിക്കാരി എന്തോട്ട് എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണേ? അയ്യോ, നമുക്ക് ആ ട്രക്കുകാരനെ ഓവർടേക്ക് ചെയ്യണം കേട്ടോ. അവൻ കുറേ നേരിട്ട് മുന്നിൽ കിടക്കും. എനിക്കവനെ ഓവർടേക്ക് ചെയ്യണം. അവനെന്ത് വിചാരിച്ചേ? നമ്മൾ അവിടെ ഡാമേജ് ആയാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമ്മളങ്ങ് കയറ്റി വിടും. എങ്ങാനും നമ്മുടെ ബസ്സിൻ്റെ ആവേ പവർ അങ്ങോട്ട് കയറിയാൽ മതി. പിന്നൊന്നും ആകത്തില്ല. നമ്മളങ്ങ് കയറ്റി വിടും. എടാ ഇഞ്ഞാടാ നമ്മുടെ കളി. ഞങ്ങളെ കളി ഇഞ്ഞാടാ. ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അത്രയ്ക്ക് സ്പീഡിലാണ് ഈ പോകുന്നത്. ഗൈസ് ഇപ്പോൾ 83 മേളിൽ പോകുന്നില്ല കേട്ടോ. നിൽക്ക് ഗൈസ്. ഗൈസ് ഇപ്പം ചവിട്ടിയിട്ട് വലിയ സ്പീഡിൽ പോകുന്നില്ല. നമുക്ക് 82 പോയി. ഇത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത സ്പീഡാണ്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നും മനസ്സിലാവണില്ല. എങ്ങനെയാണോ വണ്ടി ഇത്രയും പെട്ടെന്ന് ഡാമേജ് ആയി പോയി? 47% നമുക്ക് അടുത്ത വീഡിയോയിലേ വണ്ടി റിപ്പയർ ചെയ്യണം കേട്ടോ. ഇത് പിന്നെ പാർട്ട് 2 ആണ് വീഡിയോ. ഈ കോമറ്റൊക്കെ എന്നാ സ്പീഡിൽ പോകണേ? പക്ഷെ നമ്മുടെ ഭാരത് ബെൻസ് ഇപ്പോൾ പുറകിലില്ല. ഇത് കണ്ടില്ലേ? ഞാൻ മിററിൽ കാണിച്ചു തരാം. ഭാരത് ബെൻസ് ഇല്ല, മറ്റ് വണ്ടികളൊന്നും ഇല്ലേ. അതിനൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയി. ഗൈസ് നമുക്ക് ഇനി നല്ല സൈഡിൽ പോകട്ടോ ഗൈസ്. ഇനിയിപ്പോൾ സ്പീഡ് പറയാൻ പാടില്ല നമുക്ക്. ഗൈസ് ഇപ്പം ഒന്ന് ഫിക്സ് ചെയ്യാം ഗൈസ്. ഇത് കണ്ടില്ലേ? ഗ്ലിച്ചഡ് സ്പീഡ് കേട്ടോ. അപ്പം ഞാൻ ഗ്ലിച്ച് ചെയ്തു സ്പീഡ് നൈസായിട്ട്. 105 ഗ്ലിച്ച് ചെയ്ത് പോയി. അല്ല ഇതൊന്നും തന്നെ കുറഞ്ഞേ? അതെനിക്കിപ്പോഴും മനസ്സിലാവണില്ല ഗൈസ്. ആക്സിലേറ്റർ കൊടുക്കാത്ത ഇല്ലെങ്കിൽ തന്നെ കുറഞ്ഞു വരും. ഒരിക്കലും കുറയാൻ പാടില്ല. കൂടട്ടെ. അയ്യോ ഗൈസ് പോയി ഗൈസ് പോയി. നല്ല സ്പീഡ് പോയി. 5ാമത്തെ ഗിയർ ഇനി വീഴത്തില്ല ഗൈസ്. ഇത് കണ്ടില്ലേ? 100 പോയി കേട്ടാ. 101 100 പോയി. ഇപ്പം 100 പോയിടാ ഗൈസ്. 100 പോയി. 100 പോയി കണ്ടില്ലേ? 92 അല്ല 92 അല്ലേ 9 അല്ലേ? ഇപ്പം എന്തെങ്കിലും ആകട്ടെ. ഗൈസ് പിന്നെ ഈ ബസ് നല്ല കുലുക്കം ആട്ടം ആടും കേട്ടോ ഗൈസ്. ഞാൻ പുറത്ത് വെച്ച് കാണിച്ചു തരാം. ഇത് പിന്നെ കണ്ടില്ലേ? എൻ്റെ പൊന്നെ ഇതൊന്നൊരു ബസ്സാണ് ഗൈസ്. ഇതിൻ്റെ നൈസ് ബസ് കേട്ടോ. ബസ്സിഡിൻ്റെ ബസ്സാണ്. ബസ്സിനല്ലേ? ഗൈസ് ഞാൻ ഇങ്ങനെയൊക്കെ ഷോർട്ട് കട്ട് കയറി കേട്ടോ. എനിക്കിന്നെ അധികം ഓവർസീരിൽ പോകാൻ പറ്റുന്നില്ല ഇപ്പം. എന്നാണാവോ അതിപ്പോൾ അറിയത്തില്ല ഗൈസ്. പിന്നെ നമ്മൾ തിരുവനന്തപുരം വരെ കേട്ടാ. നമുക്ക് തിരുവനന്തപുരം വരെ അവസാനിച്ചു തരുമോ ഗൈസ് വീഡിയോ? ഗൈസ് ഒരു മിനിറ്റ് ഇതുവഴി കൂടി ഒന്ന് മരിക്ക് കയറ്റി ഇടട്ടെ. സ്വിഫ്റ്റുകാരെ എന്തൊക്കെയുണ്ട്? നീ എന്താ വിചാരിക്കണേ? ഞങ്ങളൊക്കെ സുഖമായിട്ട് ഓവർടേക്ക് ചെയ്യണം. ബസ്സുകാരെയൊക്കെ ഓവർടേക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല സുഖമായിട്ട്. ഈ ഒരു ബസ്സുകാരനില്ലേ, ഇത് അപ്പുറം വളർന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പല്ല. ഇത് ഭയങ്കര സ്പീഡിൽ പോവും ഗൈസ്. എന്നാൽ നമുക്ക് വീഡിയോ ഇവിടെ വെച്ചിട്ടൊന്ന് അവസാനിച്ചേക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ആ ബെല്ലൈക്കണം കൂടി അടിക്കാത്തവരാണെങ്കിൽ അതും കൂടി അടിക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. അതിന് മുന്നേ ഗൈസ് ഈ സൈഡിലോട്ട് നിർത്തിയിടാം. അല്ല ഇതെന്തത് ഈ പാല് ഇവിടെ കിടക്കണേ? അതിപ്പോൾ നീരായിക്കോട്ടെ.